നമുക്കൊന്ന് കുട്ടമ്പുഴയിൽ പോകണം. നമ്മൾ ഇന്നലെ പോയ സ്ഥലത്തേക്ക് പോകണം. നമുക്കറിയാം അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയൊക്കെ നമ്മൾ ഇന്നലെ നേരിൽ കണ്ടതാണ്. കാട്ടാന ആക്രമണം പതിവായ ഒരു പ്രദേശം, അവിടെ അടിക്കടി ഉണ്ടാവുന്ന കാട്ടാന ആക്രമണം, അതിൽ കൊല്ലപ്പെടുന്ന ജനങ്ങൾ, ഇതൊക്കെ അവരെ പൊറുതിമുട്ടിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഈ ഉരുളനണി സ്വദേശി എൽദോസിന്റെ മരണം സംഭവിച്ചത്. അതിലുള്ള ജനരോഷം ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു മരണത്തോടെ അവിടെ കാര്യങ്ങൾ വളരെ വേഗത്തിലായിട്ടുണ്ട്. അപ്പോൾ ട്രഞ്ചുകൾ ഇപ്പോൾ സ്ഥാപിക്കാനുള്ള നടപടിയുണ്ട്, ഹാങ്ങിങ് ഫെൻസിനുള്ള നടപടി, ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ദ്രുതഗതിയിൽ നടക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ജനങ്ങൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന പാതയിലായിരിക്കും ട്രഞ്ചുകൾ സ്ഥാപിക്കുക. ഒപ്പം തന്നെ ഈ ഹാങ്ങിങ് ഫെൻസ് അതുപോലുള്ള നടപടിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് ഏത് തരത്തിലായിരിക്കുമെന്ന് കൂടി നമുക്കിനി ചോദിച്ചറിയാം നമ്മുടെ റിപ്പോർട്ടറോട്, അല്ലേ? YS അഭിനന്ദാണ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി തത്സമയം ചേരുന്നത് മോർണിംഗ് വാക്കിൽ. അഭി, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ആ മേഖലയിൽ, പ്രത്യേകിച്ചും ഈ പറയുന്ന കുട്ടമ്പുഴ ഉൾപ്പെടുന്ന കുട്ടമ്പുഴ, ഉള്ളംതണ്ണി, കിണാച്ചേരി മേഖലകളിലാണ് ഈ ട്രഞ്ച് സ്ഥാപിക്കുക എന്നൊരു നടപടി തുടരുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെയാണ്, ഏതൊക്കെ മേഖലകളായി കേന്ദ്രീകരിച്ചിട്ടുണ്ട് ആ വർക്കുകളൊക്കെ? ഇന്നലെയും മെഞ്ഞാന്നും ഒക്കെ ചർച്ചകൾ അത് ഉറപ്പ് കൊടുത്തതാണ്. അപ്പോൾ ഇന്ന് തുടങ്ങിയേ പറ്റുള്ളൂ എന്നാണ്. വിവരങ്ങൾ എന്താണ്? ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് പ്രവിത. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന്റെ മരണത്തിന് പിന്നാലെ വലിയൊരു പ്രതിഷേധമാണ് കോതമംഗലത്തെമ്പാടും ഇന്നലെ നമ്മൾ കണ്ടത്. അതിന് പിന്നാലെ ദുരിതഗതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്ക് വനം വകുപ്പും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടം കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൽദോസ് ആക്രമിക്കപ്പെട്ട ഉരുളൻതണ്ണി ഒപ്പം തന്നെ മറ്റ് മേഖലകളിലൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് ട്രെഞ്ചുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഹാങ്ങിങ് ഫെൻസുകളും നിർമ്മിക്കും. വലിയൊരു ജനകീയ പ്രതിഷേധമായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അവിടെ അരങ്ങേറിയത്. അത് കാട്ടാനാക്രമണത്തിൽ മരിച്ച് ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വലിയൊരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ജില്ലാ കളക്ടർ നേരിട്ടെത്തി ഇതെല്ലാ ഉറപ്പുകളും പാലിക്കാമെന്ന നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ അവിടെ നിന്ന് മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടത്. എന്തായാലും ഒരു ദ്രുതഗതിയിലുള്ള പ്രവർത്തനമാണ് വനം വകുപ്പും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടം ഏകോപിപ്പിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇന്ന് രാവിലെയോടുകൂടി തന്നെ നടപടികൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഹാങ്ങിങ് ഫെൻസുകൾ, ഡ്രഞ്ചുകൾ അടക്കം സ്ഥാപിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികളെ ഒക്കെ തടയുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇങ്ങനൊരു സംഭവം ആവർത്തിക്കരുത് എന്നുള്ള കാഴ്ചപ്പാടാണ് വനംവകുപ്പിനുള്ളത്. പക്ഷേ വനംവകുപ്പ് മന്ത്രി ഇതിനോടകം തന്നെ പറഞ്ഞത് കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ തടയുന്നു എന്നതാണ് വനംവകുപ്പ് നൽകുന്ന വിശദീകരണം. പക്ഷേ ഇനി അതിനൊന്നും അർത്ഥമില്ല. എത്രയും പെട്ടെന്ന് നടപടികൾ വേഗത്തിലാക്കുക എന്ന് മാത്രമാണ് വനംവകുപ്പിൻ്റെ ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും മറ്റ് അധികാരികളുടെയും ഒക്കെ മേൽനോട്ടത്തിലുള്ള കാര്യം. അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നതാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു പ്രതിഷേധത്തിനൊടുവിൽ ഇനിയെങ്കിലും ഇത്തരത്തിലേക്കൊരു സമീപനങ്ങൾ ഉണ്ടാകരുത് എന്നതാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നും ആ പണികൾ ഒക്കെ തന്നെ ആരംഭിക്കും. എത്രയും വേഗം ഇവരെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉറപ്പാക്കും എന്നതാണ് ഇപ്പോൾ അറിയുന്നത്.